കൊപ്പി നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? പഞ്ചാബ്. എടാ ഇതാണോ ട്രെയിൻ? വാ. भाई इधर रोड 800 रुपीस तो कहाँ जाता है? कम करो. काम करा अमृतसर पंजाब अमृतसर वाघा बॉर्डर. ഗൈസ് ഞങ്ങൾ പഞ്ചാബിൽ വന്നതാ. ഏതോ ഒരു സ്ഥലത്ത് പെട്ട് കിടക്കുക. എവിടെയാ? സ്റ്റേഷൻ പോലും അറിയാം. സ്റ്റേഷൻ പോലും അറിയാണ്ട് പെട്ട് കിടക്കുക. അയ്യോ ഭാഷ അറിയില്ല. നമുക്ക് സെറ്റാക്കാം. എടാ തിരിച്ചു പോകുന്ന ട്രെയിനല്ലേ? പഞ്ചാബില് കാലുകുത്തി. നമ്മളെവിടെ എത്തി? പഞ്ചാബ്. പിന്നെയാണ് മെയിൻ 5 മണിക്കാണ് ഷോ. മെയിൻ അട്രാക്ഷൻ പാകിസ്ഥാൻ ബോർഡറും കൂടെ ചാടിക്കാൻ പിന്നെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലെ നൈറ്റ് അതുകൊണ്ട് സാധ്യത ഉണ്ടോ? 7 മണി വരെ കവറായി കിട്ടിയില്ല. പിന്നെ വാഗ ബോർഡർ ഒരു ഉണ്ടല്ലോ. അലയുണ്ടല്ലോ. ഭക്ഷണം നമ്മള് ഭക്ഷണം നമ്മൾ ഗുരുദ്വാരന്നല്ലേ? ഇപ്പൊ ഫ്രഷ് അപ്പ് ആകുന്നതല്ലേ ഇപ്പൊ ഒരു കൺഫ്യൂഷൻ. അതിപ്പോ അവര് കൊണ്ടുപോയി നമ്മള് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നിൽക്കണേ. ഫ്രഷ് അപ്പ് ആകുന്നൊക്കെ 10 വേഗം നോക്കണേ. അതെ ശോഭനോടാ. എടാ അപ്പൊ നമ്മുടെ നോർത്തിന്റെ ട്രിപ്പ് ഇപ്പൊ വന്നിരിക്കുന്ന പഞ്ചാബിലാ. പഞ്ചാബ് പഞ്ചാബ് ഒരു ബായിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഗുർദീപ് സിംഗ്. ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോ ഒക്കെ സെറ്റാക്കി. ഗുർദീപ് സിംഗ് പുള്ളിക്കാരന്റെ വണ്ടിയില് ഫസ്റ്റ് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഗോൾഡൻ ടെമ്പിൾ, അതായത് പഞ്ചാബിലെ മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഗോൾഡൻ ടെമ്പിളിലോട്ട് പോവാണ്. ഓക്കെ, ഇനി ഗോൾഡൻ ടെമ്പിളിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങള് ഗോൾഡൻ ടെമ്പിളിലോട്ട് പോകാനുള്ള വഴിയാണ്. അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇറങ്ങിയപ്പോ ലേറ്റായി. ഇതാണ് ആ കാണുന്ന വണ്ടിയില്ലേ, ഇത് ഇവിടെയും ഡൽഹിയിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ള ഓട്ടോറിക്ഷ പോലത്തെ ഒരു സാധനമാണ്. അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന. ഇതെന്താണ് ഓട്ടോയാണോ? എന്തോ ഒരു വണ്ടി. നാട്ടിലൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തിനാണ് വന്ന്? ക്യാപ്പ് നോക്കാൻ വന്ന. അതെ അതെ, അതൊക്കെ ഇത്രേ ഉള്ളൂ. ഞങ്ങള് പഞ്ചാബികളുടെ ക്യാപ്പ് നോക്കാൻ വേണ്ടി വന്നിട്ടാ. എടാ എവിടെ? അതെ, തലപ്പാവ് വെട്ടാൻ പോവല്ലേ? അതൊന്നും ഒരു വിഷയമല്ല. നമ്മള് ഷോ ആണല്ലോ മെയിൻ. അന്തർ ജാവ്. ഗൈസ്, ഒരു സങ്കടകരമായ സത്യത്തിൽ ഞങ്ങൾ തലപ്പാവ് കിട്ടിയിട്ടില്ല. 500 രൂപ 450 രൂപയൊക്കെയാ പറയുന്നത്. അപ്പൊ ട്രിപ്പിന്റെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പം തലപ്പാവ് നമ്മളെന്താ കട്ട് ചെയ്തല്ലേ? അതെ. എങ്ങനെ? തലപ്പാവ് ബായ് മന്ദിർ മേ ജാവോ.
തലക്ക് കെട്ടാനാ ഞാൻ പറയാം. ഇറങ്ങുവാ ആരും ഉണ്ട് ഇവിടെ ചോദിച്ചു. ബൈ ഇത് ഫ്രീ ₹20 ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൽ എത്തി. തലയിലൊക്കെ ഇതിന്റെ പേരെന്താ? ദർബ. ആ അതെല്ലാം കേട്ട് ഞങ്ങള് ഗോൾഡൻ ടെമ്പിളിൽ പോവാ. ഓക്കെ. ആ നൈസ്. ഗോൾഡൻ ടെമ്പിളിലോട്ട് പോകുന്ന വഴിയായതുകൊണ്ടാണെന്ന് തോന്നുന്നത് അത്യാവശ്യം നല്ല ഇറക്കുണ്ട്. അതെ, അറിയില്ല, നോക്കി നോക്കാം. പഞ്ചാബിനോട് സ്നേഹമുണ്ട്. പഞ്ചാബും കേരളം തമ്മിൽ എന്ത്? അതെ, അതാരാടാ സ്റ്റാച്യു? സ്റ്റാച്യു അല്ല കാണുന്നുണ്ട്, ആരാന്ന് അറിയത്തില്ല എനിക്ക്. ഗുരുദ്വാര എവിടെയാ? ആ ഇവിടെയാ? നമ്മളെ ഇനി വല്ല തീവ്രവാദികളൊന്നും സ്റ്റാച്ചു ആടാ. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഗോൾഡൻ ടെമ്പിളിലോട്ട്. അടുത്ത് വഴി അറിയാവോ? അതെ 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 അതെ. കുറെ ആൾക്കാരെ കാണുന്നുണ്ട്. പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ ഈ സാധനം കിട്ടിയത് നമ്മൾ മാത്രമേ ഉള്ളൂ. സത്യം. എല്ലാരും എന്താണ് നമ്മളേക്ക് നോക്കുന്നത്? സീതയാ? സീതേന്റെ കൂടെ പോയാ ഇതാണോ? भाई कितना है? 150. वाला वो भी बांध देंगे. മറ്റേ കെട്ടണമെങ്കിൽ കെട്ടാം. कितना? 150. थोड़ा कम करना. 150 से कम मिले पैसे ना देना. मोबाइल के सामने बोल रहे हैं. काम करा. 4 पीस. इन्होंने एक्स्ट्रा क्या? അതാ ദാരിദ്ര്യം പിടിച്ച സിക്ക്. രസമുണ്ടാ? മേടിച്ചാലാ? നീ 4 ബാർഗൈൻ ചെയ്യ്. 4 പീസ്. അല്ലടാ, എനിക്കൊന്ന് വെക്കണം എന്നുണ്ടായിരുന്നു ഒരാഗ്രഹം. 100 വന്നല്ലേ, പഞ്ചാബ് വരെ വന്നല്ലേ, അത് കുഴപ്പമില്ല. ഞാനേ ചോപ്പുങ്ങാനും എടുത്തോളാൻ തോന്നുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങള് ലാസ്റ്റ് തലപ്പാവ് കിട്ടി, പഞ്ചാബികളുടെ തലപ്പാവ്. സോനാരി സ്വർണ്ണത്തിലെ പട്ടേ സിക്കന്ദർ ഭായ്. നൈ എടാ, പട്ടേ കയറുന്നോടത്തുള്ള പഞ്ചാബികളെ പോലെ ഉണ്ടല്ലോ.
പഞ്ചാബി ലുക്ക് ആഗ്രഹം സഫലമായി. പഞ്ചാബി വന്നിട്ട് തലപ്പാവ് കെട്ടണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനാ അല്ല, പഞ്ചാബിൽ വന്നിട്ടേ തലപ്പാവ് വെക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. പക്ഷെ നമ്മള് തലപ്പാവ് വെച്ചിട്ട് ഇയാള് എന്താ മലയാളികളാണെന്നാ പറയുന്നത്. നമ്മളെ കണ്ടുപിടിച്ചു. അറിയില്ല, പോകുന്നിടത്തോളം പോവാ. One time life experience. ഞങ്ങളങ്ങനെ ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ജാലിയൻ വാലാബാഗ് സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തോട്ട് പോവാണ്. അരെ പ്രശോഭ് സിംഗ്, ഗൈസ് അങ്ങനെ ഞങ്ങൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത്രയും വലിയൊരു ഇൻസിഡന്റ് നടന്ന സ്ഥലത്തൂടെയാണ് പോകുന്നത്. ഇവിടെ ചുറ്റുമൊക്കെ കുറെ രൂപങ്ങൾ കാണുവാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മളിപ്പം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലത്തെത്തി. അതിന്റെ സ്മാരകങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കാൻ കാരണമായിട്ടുള്ള ഇൻസിഡന്റ് കാര്യങ്ങൾ പറ. 1919 ഏപ്രിൽ 13 കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലത്തൂടെ നടക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ചുറ്റും മതിലുകളൊക്കെ നോക്കിയാൽ കാണാം അന്നത്തെ ബ്രിട്ടീഷ് ആക്രമണങ്ങളിൽ പതിച്ചിട്ടുള്ള ബുള്ളറ്റ്സിന്റെ മാർക്കല്ല. അപ്പൊ എത്രത്തോളം ഭീകരമായിരുന്നു ആ ഒരു ഇൻസിഡന്റ് എന്ന. കാരണം ഇത്രയും ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ 10,000-കണക്കിന് ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുമ്പോഴാണ് അന്നത്തെ ഒരു ആക്രമണം നടന്നിട്ടുള്ളത്. റൗലറ്റ് ആക്ടിനെതിരെ ആൾക്കാര് ഈ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് പ്രതിഷേധിച്ചപ്പോഴാണ് ഇതിനകത്ത് പറയുന്ന പോലെ ജനറൽ ഡയർ ഓർഡർ കൊടുത്ത പ്രകാരം ചെറിയ ആൾക്കാരെ വെടിവെച്ചു. അന്നത്തെ വെടിവെപ്പിൽ നടന്ന ബുള്ളറ്റ് മാർക്സാ. അന്നത്തെ വെടിവെപ്പിൽ നടന്നിട്ടുള്ള ബുള്ളറ്റുകൾ പതിച്ചിട്ടുള്ള മാർക്ക്. ഇതിനെ കഴിഞ്ഞ് എത്ര ഇരട്ടിയായിരിക്കും ആൾക്കാരുടെ ദേഹത്തോട്ട് ബുള്ളറ്റുകൾ പതിച്ചിട്ടുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്.
കേരളം ഇല്ല. കേരളത്തിലെ അയ്യപ്പൻ അയ്യപ്പല്ല മറ്റേ ഇത് ശ്രീപത്മനാഭ സ്വാമി. പട്ടര വല്ലതും തിരിഞ്ഞത് എന്താന്ന്? എടീ ഗുഹയാണോ നമ്മള് വന്നേ? ഇത് അയ്യോ ഈശ്വര, ഏതോ ഗുഹയിലെത്തി. ഏതാ അമ്പലം എന്നാ പറഞ്ഞ? ഉറവയൊക്കെ ഒഴുകുന്നുണ്ടല്ല. പെട്ട് ഇതൊക്കെ പെട്ടെന്ന് അറിഞ്ഞാൽ പറ്റൂല കേട്ടോ. 10 മിനിറ്റ് ഒന്നല്ല, 10 മിനിറ്റ് പോയാലോ? ചെണ്ടക്കാരനോട് ചോദിക്കാമോ അതിൽ പോകാൻ പറ്റുമെന്ന്? മലയാളീസ് ഇൻ പഞ്ചാബ്. അങ്ങനെ നടന്ന് പാകിസ്ഥാൻ ബോർഡറിലെത്തി. യാതൊരു വെളിവില്ലാണ്ട് പാകിസ്ഥാൻ ബോർഡർ കടക്കാൻ പോകുന്ന ഒരു പറ്റ യുവാക്കളുടെ കഥ. ഞാനിത് ചെറിയൊരു വീഡിയോ എടുത്തു. ഞാനിത് കിട്ടിയ എന്ത് ഇന്ത്യ പാക് ബോർഡറിൽ പാകിസ്ഥാനിൽ വന്നപ്പോൾ നമ്മുടെ പൈലറ്റിനെ വിട്ടു തന്നത് ഈ വാഗാ ബോർഡറിൽ വെച്ചാണ്. പുള്ളിക്ക് കിട്ടിയപ്പോഴോ അതൊക്കെ ചക്രയൊക്കെ കിട്ടി വീരതൊക്കെ. നമ്മുടെ
महिला दर्शक ओनली फॉर लेडीज। जो भी महिला दर्शक देशभक्ति संगीत पर डांस करना चाहती हैं अथवा डांस करने की इच्छुक है वो क्रिकेट स्टेडियम में नीचे आ जाए। एक बार दोबारा सुने, आज सभी दर्शकों में जो भी महिला दर्शक देशभक्ति संगीत पर डांस करना चाहती है वो क्रिकेट स्टेडियम में नीचे आ जाए। ओनली फॉर लेडीज। धन्यवाद।
आजा आजा जिंद शामी गाने के आसुरी दर्शकों से निवेदन है दर्शक एवं वंदे मातरम के अतिरिक्त किसी भी अन्य नारे का प्रयोग न करें।
എടാ അങ്ങനെ വാഗാ ബോർഡറിലെ സെറിമണിയും കണ്ടു. എല്ലാം കഴിഞ്ഞ് പഞ്ചാബ് കഴിഞ്ഞു, രാജസ്ഥാൻ പാകിസ്ഥാൻ ബോർഡർ കാണിച്ചു കൊടുത്തേ. പാകിസ്ഥാൻ ബോർഡർ അതിനപ്പുറത്താണ് ഇതാണ്. ഇതിന്റെ അപ്പുറത്താണ് പാകിസ്ഥാൻ ബോർഡർ. പാകിസ്ഥാൻ ബോർഡർ കണ്ടിട്ടോ. പാകിസ്ഥാൻ നോക്കിട്ട് ബോർഡർ കാണാൻ പട്ടരെ എന്ത് തോന്നുന്നു? വളരെ നല്ലൊരു അനുഭവമായിരുന്നു. വളരെ നല്ലൊരു അനുഭവം. നമ്മൾ വിചാരിച്ച പോലെ എല്ലാം കവർ ചെയ്യാൻ പറ്റി. പഞ്ചാബിൽ വന്നിട്ട് പിന്നെ സെർമണി ഞാൻ വിചാരിച്ചു ഗേറ്റ് തുറക്കുന്ന പരിപാടിയും കൂടെ ഉണ്ടെന്ന്, അത് കിട്ടിയില്ല. അതിന്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. അതിന്റെ സങ്കടമുണ്ട്. ബാക്കി എല്ലാം കൊണ്ടും നല്ല ക്ലൈമറ്റും ആണ്. ചെറിയൊരു മഴ പെയ്തു, ഞാൻ വിചാരിച്ചു പണിയായെന്ന്, പക്ഷെ ഇല്ല, നമുക്കൊരു നല്ലൊരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഒരിക്കൽ കാണേണ്ട ഒരു എക്സ്പീരിയൻസ് ചെയ്യണം. വർത്താണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാഗാ ബോർഡർ വന്നൊരു എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ. നമ്മുടെ രോമമൊക്കെ പൊങ്ങി വരും. ഇപ്പോഴും താഴുന്നില്ല. ഇനി ഇതാ ബോർഡറിലെ മണ്ണ് വരാൻ വേണ്ടി പോകുന്നു. പാകിസ്ഥാൻ ബോർഡറിലെ നൈസായിട്ട് പോകാൻ നൈസായിട്ടൊന്ന് പാകിസ്ഥാൻ ബോർഡർ ചാടാൻ വേണ്ടി നോക്കിയതാ, പക്ഷേ പിടിക്കപ്പെട്ടു. പുള്ളിക്കാരൻ പറഞ്ഞ് ചാടുന്നു. പട്ടൻ ചോദിച്ച ചോദ്യം തന്നെയാണ്. ഇത്രയും എഴുത്തോടുകൂടി ഇവിടെ വന്ന് കൃഷി ചെയ്യുന്ന പാകിസ്ഥാൻകാരൻ ആരാണ് എന്നാണ് പട്ടൻ അവന്റെ ഗോതമ്പ് വളഞ്ഞേക്കുന്നത് നോക്കും. ഇത്രയും ഗോതമ്പ് വളഞ്ഞിരിക്കുന്ന ഈ പാകിസ്ഥാനെ നമ്മൾ കാണുന്നില്ല. നമുക്ക് ഇന്ത്യ നിന്നുകൊണ്ട് പാകിസ്ഥാനെ കാണിച്ചു കൊടുത്താലോ? എന്ത് വേണോ ചെയ്യാ? ആണോ? അല്ല കളിച്ചാ കാലിന് തേലെ ചേട്ടാ, അങ്ങനെ നമ്മുടെ പഞ്ചാബ് ട്രിപ്പും കഴിഞ്ഞു. നമ്മുടെ ട്രിപ്പ് മുഴുവൻ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഗൈസ്? അങ്ങനെ ഞങ്ങളുടെ നോർത്ത് ഇന്ത്യ ട്രിപ്പ് ഇന്ന് കഴിയാണ്. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് നാട്ടിലോട്ട് പോവുകയാണ്. ഇന്നുകൊണ്ട് ഫുൾ ട്രിപ്പിന്റെ വൈൻഡ് അപ്പ് ആയിട്ടുണ്ട്. ഇനി നാട്ടിൽ പോകണം. മനസ്സമാധാനത്തിൽ ഇച്ചിരി ചോറും പൊരിച്ച മീനും കൂട്ടി കഴിക്കണം. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അതിനാണ് പറയാനുള്ളത്. നല്ല ചോറും നല്ല പൊരിച്ചൊരു ഇവിടെ കിട്ടിയ സന്തോഷം. ബട്ടർ എനിക്കും അത് തന്നെ പറയാനുള്ളത്. നാട്ടിലെ ഭക്ഷണം മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നപ്പോ ഭക്ഷണം ആകെ കിട്ടിയ നമുക്ക് നല്ലൊരു ഭക്ഷണം കിട്ടിയ ഗോൾഡൻ ടെമ്പിൾ പഞ്ചാബ്. അതെ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പിൽ നമ്മൾ ലഗേജ് ക്യാരി ചെയ്യാനും പിന്നെ ഫുഡാണല്ലോ ഒരു ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആകുന്നത്. അപ്പൊ ഫുഡ് കഴിക്കാനും ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പഞ്ചാബികളുടെ ഗുരുദ്വാരയിലായിരുന്നു. അപ്പൊ അവര് തരുന്ന ഫുഡ് അവര് സ്നേഹത്തോടെ തന്നെയല്ലേ തന്നത്? സ്നേഹത്തോടെ തരുന്നു. അതാണ്, അവര് സ്നേഹത്തോടെ തരുന്നു. അത് എത്ര വേണേലും മേടിച്ച് കഴിക്കാം. അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈ ട്രിപ്പിന്റെ ഹൈലൈറ്റ്. അപ്പൊ അത്രേ ഉള്ളൂ. ഇനിയിപ്പം അടുത്തൊരു ട്രിപ്പ് ലക്ഷദ്വീപിൽ കാണുന്നവരെ അടുത്ത ട്രിപ്പ് ലക്ഷദ്വീപ്. അതെ, ലക്ഷദ്വീപില് അടുത്തൊരു ട്രിപ്പിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.